കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതിൽ പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രമാണ് ഈ ഇന്ത്യയിൽ RSSനെ ആ നഖശിഖാന്തം എതിർക്കുന്ന പ്രത്യയ ശാസ്ത്രമെന്ന് RSS ചിന്തകന്മാർക്കറിയാം, RSS നേതാക്കന്മാർക്കറിയാം, ചാതുർവർണ്ണത്തിന്റെ അപ്പോസ്തലന്മാർക്കറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെ ഓരോ കാരണങ്ങളും പറഞ്ഞ് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും ഏർപ്പെട്ടിക്കൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തിന് ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആസൂത്രിതമായ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് RSSന്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് പോരാടുന്നത് ആശയപരമായിട്ടും ഏറ്റവും വലിയ പോരാട്ടത്തിന് ഇറങ്ങുന്നതും ഇടതുപക്ഷ പ്രവർത്തകന്മാരാണ്. അത് ഈ ഇന്ത്യയിലെ വളർന്നു വരുന്ന ഹിന്ദു ജനവിഭാഗങ്ങളെ മാത്രമല്ല, ഈ ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും അവരെ പകയും വിദ്വേഷവും അസഹിഷ്ണുതയും നിറച്ചുകൊണ്ട് വിഭജിച്ചുകൊണ്ട് രാജ്യത്തിന് മുഴുവൻ മാനസികമായിട്ട് വെട്ടിമുറിക്കുന്ന തന്ത്രം ഇവർ തുടങ്ങിയത് 925 RSS രൂപീകൃതമായ കാലം മുതൽക്കാണ്. ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ RSS രൂപീകൃതമായി 100 കൊല്ലം കഴിയും. അപ്പോൾ RSS തലവൻ മോഹൻ ഭാഗവത് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാണ് എന്ന്. ഇപ്പോൾ തന്നെ അദ്ദേഹം 3 മാസം മുമ്പ് പറഞ്ഞു. ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഓൾറെഡി ഇന്ത്യ ഈസ് എ ഹിന്ദു രാഷ്ട്രം എന്നാണ് അദ്ദേഹം പറഞ്ഞത് 3 മാസം മുമ്പ്. അവിടേക്കാണ് ഇവർ പോകുന്നത്. രാമന്റെ എല്ലാവിധ ചിരന്തനമായ മാനവികതയെയും മാറ്റി നിർത്തിക്കൊണ്ട് രാമനെ യുദ്ധത്തിന്റെ പടനായകനാക്കി മാറ്റുന്ന ഒരു തന്ത്രമാണ് ഫാസിസം ആവിഷ്കരിക്കുന്നത്. ആ ഫാസിസം RSSന്റെ എല്ലാ ഫ്ലെക്സ് ബോർഡുകളിലും നമുക്ക് കാണാം. രാമൻ അങ്ങനെ അമ്പും വില്ലും എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക യുദ്ധം ചെയ്യാൻ. കണ്ടാ തോന്നുന്നു രാമൻ 24 മണിക്കൂർ യുദ്ധം ചെയ്യലായിരുന്നു പണിയുന്നു. വാത്മീകിയുടെ രാമൻ ആകെ 3 തവണയെ യുദ്ധം ചെയ്തിട്ടുള്ളൂ. 12ാമത്തെ വയസ്സിൽ വിശ്വാമിത്രനോടൊപ്പം കാട്ടുചെന്ന് രാക്ഷസന്മാരെ കൊല്ലാൻ, പിന്നീട് വാനര രാജാവായ ബാലിയെ കൊല്ലാൻ, 3ാമത് ലങ്കാ ചക്രവർത്തി രാവണനെ കൊല്ലാൻ. അതിലല്ലാതെ രാമൻ ഈ ആയുധം എടുത്തിട്ടില്ല യുദ്ധം ചെയ്യാൻ. RSSന്റെ രാമൻ യുദ്ധം ചെയ്യുന്നു. അത് സന്ദേശമാണ്. ആരുടെ സന്ദേശം? യുദ്ധം ചെയ്യുക ശത്രുവിനോട്. ആ ശത്രുവാരാ? അപരൻ. ആ അപരനാരാ? ഇസ്ലാം, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകാർ. അവരോട് യുദ്ധം ചെയ്യുക. അവര് മാത്രമല്ല, ശൂദ്രർ ശത്രുക്കളാണ്, വൈശ്യർ ശത്രുക്കളാണ്. ഇവരോട് യുദ്ധം ചെയ്യണം. അപരനെ സൃഷ്ടിക്കുന്ന സമൂഹത്തിലെ സംഘപരിവാറിന് വളരാൻ പറ്റുകയുള്ളൂ. ചാതുർവർണ്ണത്തിനെ അരക്കെട്ടുറപ്പിച്ചുകൊണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഭരണനയം. അതുകൊണ്ടാണ് വാത്മീകിയുടെ രാമനെ ഉപേക്ഷിച്ചുകൊണ്ട് RSSന്റെ രാമനെ അവര് കൊണ്ടുവരുന്നത്. ഇന്ത്യയുടെ ദുരന്തം അതാണ്. ഇന്ത്യയുടെ മതനേതാക്കന്മാർ ഏത് മതത്തിലെ ആയാലും അവര് എല്ലാവരും മോശക്കാരെന്ന് ആരും പറയുന്നില്ല. മഹാപണ്ഡിതന്മാരുണ്ട്, മാനവികതയെ ചേർത്ത് പിടിക്കുന്ന മഹാപണ്ഡിതന്മാരുണ്ട്, സഹിഷ്ണുതയുടെ പ്രതീകങ്ങളായ മഹാമത നേതാക്കന്മാരുണ്ട്. പക്ഷേ അവരെയൊന്നും അടുപ്പിക്കാതെ മതമൗലികവാദികളായ മതനേതാക്കന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൊണ്ട് പ്രഭാഷണം നടത്തിക്കൊണ്ട് ഈ ഇന്ത്യയുടെ അജ്ഞമായിട്ടുള്ള മനസ്സിനെ, നിരക്ഷരായിട്ടുള്ള മനസ്സിനെ ഈ മായിക വലയത്തിൽ പെടുത്തിക്കൊണ്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രത്തിന്റെ വിഷവത്തിന്റെ വിഷലിപ്തമായ സന്ദേശം പടർത്തുന്നു. അതാണെന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മാത്രമല്ല, ഇവിടെ എല്ലാവരും യോജിച്ചു നിന്നുകൊണ്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള ഒരു സാഹോദര്യത്തിന്റെ, സഹിഷ്ണുതയുടെ സംസ്ഥാപനമാണ് ഇന്ത്യ നിലനിൽക്കേണ്ടത് എന്ന് നമ്മൾ അടിവരയിട്ട് പറയുന്നു. ഉദ്ഘാടകനായ സഖാവ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് മനുഷ്യത്വത്തിലാണ്, മാനവികതയിലാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുന്ന, തകർത്തെറിയുന്ന വലിയൊരു നയമാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഇന്ത്യയിൽ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ പൊതുമേഖലകളെ മുഴുവൻ സ്വകാര്യ കമ്പനികൾക്ക് പേരെഴുതി കൊടുത്തുകൊണ്ട് അഡാനി, അംബാനി തുടങ്ങിയിട്ടുള്ള ബിർള, ടാറ്റ അല്ലെങ്കിൽ റാവു, പൊന്നങ്കള്ളി, മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ള 10-16 മൂലധന ശക്തികൾക്ക് പേരെഴുതി കൊടുക്കുന്ന
ഒരു സാമ്പത്തിക നയമാണ് ഇവർ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ കടം തന്നെ 165 ലക്ഷം കോടി രൂപയാണ്. ഫെഡറലിസത്തിനെ തകർക്കുന്നു, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ തന്നെ തകർത്തു തരീപ്പണമാക്കുന്നു. വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും തുറമുഖങ്ങളും LIC അടക്കമുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ മൂലധന ശക്തികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഏറ്റവും പ്രകടമായിട്ടുള്ള കുത്തക മൂലധന ശക്തികളുടെ അടിമവേല ചെയ്യുന്ന ഒരു ഗവൺമെന്റായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുകേഷ് അംബാനിയുടെ മകന്റെ വിവാഹം കഴിഞ്ഞു. വിവാഹത്തിന്റെ പ്രീ വെഡിങ് കഴിഞ്ഞു. അവിടെ ജാംനഗർ എന്ന് പറയുന്ന ചെറിയൊരു എയർപോർട്ടിന് ഒരാഴ്ചക്ക് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പദവി കൊടുത്തു. ഒരു ധനികന് വേണ്ടി നിയമം മാറ്റാൻ 1 മിനിറ്റ് മതി. ഒരു കർഷകൻ 1 ലക്ഷം ബാങ്കിൽ നിന്ന് കടമെടുത്താൽ അതിന്റെ പിന്നിൽ എത്ര പേര് പറന്നു വരും ആ കടം പിടിച്ചു വാങ്ങാൻ. ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 10 കൊല്ലത്തിനുള്ളിൽ രാമചന്ദ്ര ഗുഹയുടെ കണക്കനുസരിച്ച്, അമർത്യാസെന്നിന്റെ അഭിപ്രായം അനുസരിച്ച് ഏതാണ്ട് 11 ലക്ഷം കർഷകർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു. എന്തൊരു സാമ്പത്തിക അസമത്വം, എന്തൊരു സാമൂഹിക അസമത്വം! അങ്ങനെ ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിലൊക്കെ ഇന്ത്യയെ വേർതിരിച്ചപ്പോൾ മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ, ഈ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിലെ മനുഷ്യന്മാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടത്തിന്റെ ഉജ്ജ്വലമായ ചരിത്ര വീഥികളിൽ നിന്ന് ഇന്ത്യയെ മാറ്റിത്തെളിച്ചുകൊണ്ട് 5000 കൊല്ലം മുമ്പത്തെ ചരിത്രം പറയൂ. അതാണ് ഇന്ത്യ. ആര്യന്മാരുടെ ചരിത്രം, വേദങ്ങളുടെ ചരിത്രം, അതുമാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ടിപ്പു സുൽത്താനെ പഠിക്കരുത്. ഇന്ത്യയിൽ അശോക ചക്രവർത്തിയെയോ ചന്ദ്രഗുപ്ത മൗര്യനെയോ ചന്ദ്രഗുപ്ത വിക്രമാദിത്യനെയോ മൈസൂർ ഭരിച്ച കൃഷ്ണദേവ റായയെയോ മതസാഹോദര്യത്തിന്റെ ഈ ചക്രവർത്തിമാരെ നിങ്ങൾ പഠിക്കാൻ പാടില്ല. നിങ്ങൾ പഠിക്കേണ്ടത് വിഷം തുപ്പുന്ന ചരിത്രം മാത്രമാണ് എന്ന് പറയുന്ന ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള വോട്ടാവകാശം രേഖപ്പെടുത്താനുള്ള തെരഞ്ഞെടുപ്പാണിത്. ചുരുക്കത്തിൽ മനുഷ്യനെ പോലെ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ, തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനും മനുഷ്യനാണ് എന്ന് പറയാൻ ഇന്ത്യൻ ഭരണഘടന നമ്മളോട് പറയുന്നു. ഡോക്ടർ അംബേദ്കർ അന്നേ പറഞ്ഞു, ഒരു രാഷ്ട്രത്തിന്റെ മുകളിൽ എന്നെങ്കിലും ഏതെങ്കിലും മതത്തിന്റെ വിശ്വാസം ആധിപത്യം ചെലുത്തുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അതോടുകൂടി രാഷ്ട്രമില്ലാതെയാകും. അതാണ് ജനുവരി 22-ന് നമ്മൾ കണ്ടത്. അന്ന് നരേന്ദ്രമോദിയുടെ വലതുഭാഗത്ത് പൂജ ചെയ്യാനിരുന്നത് RSS തലവൻ മോഹൻ ഭാഗവത്താണ്. അന്ന് രാമൻ അശ്വമേധയാഗം നടന്ന് ചക്രവർത്തി പദത്തിലേക്ക് വന്നപ്പോൾ സീതയുണ്ടായിരുന്നില്ല, പകരമിരുത്തിയത് കാഞ്ചന സീതയെയാണ്. അതുപോലെ ഇവിടെ കാഞ്ചനമായല്ല, ജീവനുള്ള മോഹൻ ഭാഗവത്തിനിരുത്തി രാജ്യത്തോട് പറഞ്ഞു, RSS ആണ് ഈ നാട് ഭരിക്കുന്നത്. അതിനെതിരായ പോരാട്ടം നടത്തുന്ന, ഈ ഫെഡറലിസത്തിനെ തകർക്കുന്ന, സംസ്ഥാന ഗവൺമെന്റുകളുടെ ജനാധിപത്യ അവകാശങ്ങളെ, സംസ്ഥാന ഗവൺമെന്റുകളുടെ ശക്തിയെ, ജനാധിപത്യത്തിലുള്ള നേടിയിട്ടുള്ള ഊർജത്തിനെയും ചൈതന്യത്തിനെയും ഇല്ലായ്മ ചെയ്യുന്ന ഈ മോഡി ഗവൺമെന്റിനെ എതിർക്കണം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതിന് പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഇടതുപക്ഷ രാഷ്ട്രീയ പ്രത്യയ ശാസ്ത്രമാണ് ഈ ഇന്ത്യയിൽ RSS ആ നഖശിഖാന്തം എതിർക്കുന്ന പ്രത്യയശാസ്ത്രമെന്ന് RSS ചിന്തകന്മാർക്കറിയാം, RSS നേതാക്കന്മാർക്കറിയാം, ചാതുർവർണ്ണത്തിന്റെ അപ്പോസ്തലന്മാർക്കറിയാം. അതുകൊണ്ടാണ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിനെ ഓരോ കാരണങ്ങളും പറഞ്ഞ് ഓരോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലും ഏർപ്പെട്ടിക്കൊണ്ട് ഈ പ്രത്യയശാസ്ത്രത്തിന് ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആസൂത്രിതമായ പദ്ധതിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇത്. അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് RSSന്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് പോരാടുന്നത് ആശയപരമായിട്ടും ഏറ്റവും വലിയ പോരാട്ടത്തിനിറങ്ങുന്നതും ഇടതുപക്ഷ പ്രവർത്തകന്മാരാണ്. അത് ഈ രാജ്യത്തിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം. ആ പോരാട്ടത്തിൽ ആ രണാങ്കണങ്ങളിൽ ആത്മധൈര്യത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി അസംനിഗ്ധമായ പോരാട്ടത്തിന്റെ കാഹളം മൂതിക്കൊണ്ട്, മാറ്റത്തിന്റെ ഈച്ചുനോവും പേറി, പരിവർത്തന ദാഹത്തിന്റെ തിരകൾ മനസ്സിൽ ഇരമ്പിക്കൊണ്ട് ആർത്തലച്ചു വരുന്നൊരു ജനശക്തി പ്രവാഹമായി കേരളത്തിന്റെ നവോത്ഥാന മണ്ണ്, കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മണ്ണ്, കേരളത്തിന്റെ മതേതര ജനാധിപത്യ മണ്ണ്, സാഹോദര്യത്തിന്റെ മണ്ണ് ഉറക്കെ വിളിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഫാസിസം തുലയട്ടെ, ഈ രാജ്യത്തിലെ മൂലധന ശക്തികളുടെ ഈ ഭരണം അവസാനിക്കട്ടെ. അത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടം ശാരീരികമായും ചിന്താപരമായും ആശയപരമായും ഈ വരുന്ന ദിവസങ്ങളിൽ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു പോരാട്ടം നടത്തുമ്പോൾ തീർച്ചയായും ഫാസിസം പരാജയപ്പെടും.
മൂലധന ശക്തികളുടെ രാഷ്ട്രീയം പരാജയപ്പെടും. ആ പരാജയത്തിന് നാന്ദി കുറിക്കുന്ന വലിയൊരു യുദ്ധകാകളം മുഴക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ, ഫെഡറലിസത്തിനെ രക്ഷിക്കാൻ, മതേതരത്വത്തിനെ രക്ഷിക്കാൻ, മനുഷ്യനെ പോലെ തൈരോർത്തി പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിൽ സഖാക്കളെ, സഹോദരിമാരെ ഇറങ്ങിത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സമാരാധ്യനായ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററെ ആദരപൂർവ്വം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിക്കുന്നു.